ധന്യന്മാർ ഇവാനിയോസ് രചിച്ച വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന ഗ്രന്ഥത്തെ അധികരിച്ച് നാം നടത്തുന്ന ധ്യാനയാത്രയുടെ 4-ാം ദിവസമാണിന്ന്. വന്യപിതാവ് വിശുദ്ധ കുർബാനയെ എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ധ്യാനിച്ചിരുന്നുവെന്ന് വിശുദ്ധ കുർബാനയ്ക്ക് അദ്ദേഹം നൽകിയ വിവിധ നാമങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ വെറും ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് ജീവിക്കുന്ന ദൈവാനുഭവമായി ഈ ഗ്രന്ഥത്തിലൂടെ പിതാവ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയെ കർത്താവിന്റെ അത്താഴം എന്ന് ഈ ഗ്രന്ഥത്തിൽ മാർ ഇവാനിയോസ് പിതാവ് വിശേഷിപ്പിക്കുന്നുണ്ട്. പീഡാനുഭവത്തിന് തലേ ദിവസം ശിഷ്യന്മാരുമായി പങ്കിട്ട അത്താഴത്തിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത്. ഇത് തന്റെ ശരീരവും രക്തവുമാണെന്ന് അരുളി ചെയ്ത് ശിഷ്യന്മാർക്ക് പകർന്നു നൽകി തന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യാൻ അവിടുന്ന് കൽപ്പിച്ചു. ഈ ദിവ്യ അനുഭവത്തിൽ പങ്കുകാരായിക്കൊണ്ട് നാം ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയിലൂടെ അത്താഴ വിരുന്നിൽ നാം പങ്കുകാരാകുന്നുണ്ട്. വിശുദ്ധ കുർബാനയെ ആദ്യഫലം എന്നും പിതാവ് വിശേഷിപ്പിക്കുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിനെയും നമ്മുടെ അധ്വാന ഫലത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് അപ്പവും വീഞ്ഞും. ഇവയെ വിശുദ്ധ കുർബാനയിൽ കാഴ്ചവെക്കുന്നതിലൂടെ ദൈവം തന്ന സമൃദ്ധിയുടെ ആദ്യഫലം നാം അർപ്പിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലേക്ക് നാം കടന്നു വരുമ്പോൾ പാപത്തെയും അതിലൂടെയുള്ള മരണത്തെയും പൂർണ്ണമായി അതിജീവിച്ച് വിശുദ്ധിയുള്ള മഹത്വമുള്ള അവസ്ഥയിൽ ഓരോ വ്യക്തിയും ദൈവത്തിന് സ്വയം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ മഹത്വം നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു മഹത്വമുള്ള മനുഷ്യനായി പിതാവായ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. ഇത് മഹത്വമുള്ള മനുഷ്യവർഗത്തിന്റെ ആദ്യഫലമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു വിശുദ്ധ കുർബാനയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ആദ്യഫലത്തെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള വഴിയാണ് വിശുദ്ധ കുർബാന. ഇതിനാലാണ് വിശുദ്ധ കുർബാനയെ ആദ്യഫലം എന്ന് പിതാവ് വിശേഷിപ്പിച്ചത്. വിശുദ്ധ കുർബാനയെ ആദിജാതൻ എന്നും പിതാവ് വിശേഷിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യമാണ് ഇതിന് പ്രധാന കാരണം. യേശു സ്വർഗസ്ഥനായ പിതാവിന്റെ ആദിജാതനായ പുത്രൻ തമ്പുരാനാണ് എന്ന് ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ യേശുവിനെ സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതൻ എന്നും വിശേഷിപ്പിക്കുന്നു. യേശു ക്രിസ്തു കുർബാനയിൽ നമുക്ക് വേണ്ടി വസിക്കുന്നത് കൊണ്ടാണ് ധന്യന്മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയെ ആദിജാതൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. സാധിക്കുന്നിടത്തോളം ഒരു വിശ്വാസിയുടെ ദിവസം വിശുദ്ധ കുർബാനയോടെ ആരംഭിക്കണം. ഈ ആത്മീയത അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് കൂടിയാണ് മാർ ഇവാനിയോസ് പിതാവ് വിശുദ്ധ കുർബാനയെ ആദ്യഫലം എന്ന് വിളിക്കുന്നത്. ചുരുക്കത്തിൽ പിതാവ് വിശുദ്ധ കുർബാനയ്ക്ക് നൽകിയ വിശേഷണങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാന വെറും ഒരു അനുസ്മരണമല്ല, മറിച്ച് ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണെന്ന് മനസ്സിലാക്കി അതിനോട് ചേരുമ്പോൾ നാം ദൈവവുമായി ആഴത്തിൽ ഐക്യപ്പെടും. ആത്മീയ അനുഭവം നിറഞ്ഞു നിൽക്കുന്ന ഈ നാമങ്ങൾ ഓരോന്നും വിശുദ്ധ കുർബാനയുടെ ആഴവും മഹത്വവും ദൈവശാസ്ത്രവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ കൂടുതൽ ആത്മീയ നിറവിലേക്ക് നയിക്കും. ദിവ്യകാരുണ്യത്തോട് ധന്യന്മാർ ഇവാനിയോസ് പിതാവിന് ഉണ്ടായിരുന്ന ആരാധനയും സ്നേഹവും നമ്മുടെ ജീവിതത്തോടും ചേർത്ത് വെച്ച് യാത്ര തുടരാൻ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.